ഹലോ, പറഞ്ഞോളൂ. ഞാൻ 30 അലോട്ടൂണ് കട്ടാക്കാൻ വിളിച്ചിട്ടുണ്ടായിന്. ഓക്കെ, അത് കട്ടാക്കീനപ്പാ. ഓക്കെ. ആ, കട്ടായില്ലെന്നാണോ പറയുന്നത്? കട്ടായി നമുക്കറിയാല. ഞാൻ ഇപ്പോട്ട് വിളിച്ചിട്ടുണ്ടായിന് കട്ടാക്കണോ അറിഞ്ഞിട്ട്. കട്ടാക്കിനെന്ന് അറിയാലോ, നിങ്ങൾ നോക്കറോ? കട്ടാക്കിയില്ലെന്നാണ് അങ്ങനെ അറിയാം നമുക്ക്. താങ്കൾക്ക് മെസ്സേജ് ഒന്നും വന്നില്ലേ? മെസ്സേജാ? അതെ. എന്തത്? കട്ടായോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഒരു മെസ്സേജ് വരുമല്ലോ. അറിഞ്ഞിട്ടാ നമുക്ക്. ആര് കൊണ്ട് തരുന്നത് അത്? ക്ഷമിക്കുക, മെസ്സേജ് അത് കട്ടായിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ കട്ടായിട്ടുണ്ട് സർ. ആയി. പിന്നെ ഓക്കെ, പിന്നെ ഇല്ലേ? ഹലോ, പറയൂ. ഞങ്ങക്ക് മറ്റേ 786 ഇല്ലേ, അത്ര പൈസ റീചാർജ് ആക്കിയെങ്കില്. ഹലോ, പറയൂ സർ. നിങ്ങൾ എന്താ അപ്പം ബായിലിട്ടിട്ടുണ്ടാ? മാന്യമായ രീതിയിൽ സംസാരിക്കുക. ഓക്കെ. എന്ത് മാന്യം? നമ്മ നേരെ തന്നെയല്ലേ സംസാരിക്കുന്നല്ലോ. ഹലോ, ഹലോ, പറയൂ സർ. ഞങ്ങക്ക് 30 ഒരു മെസ്സേജ് വന്നിന്. ഓക്കെ. 786 റീചാർജ് ആക്കിയെങ്കില് 800 രൂപ മറ്റേ ഇത് കിട്ടുന്നല്ലോ വിളിക്കാൻ. എത്ര രൂപ? 786. എത്ര അത് ഇച്ച? 786 റീചാർജ് ആക്കിയെങ്കിൽ 800 രൂപ വിളിക്കാൻ കിട്ടുന്നല്ലോ. നമുക്ക് അങ്ങനത്തെ ഓഫർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നല്ലോ. വന്നി ഞങ്ങൾക്ക് നിങ്ങൾ വായിച്ചു നോക്കാം, ഞാൻ കാണിക്കാം ഇപ്പൊ. ഹലോ, പറയൂ. ഞാൻ ഇപ്പൊ കാണിക്കാം, നിങ്ങൾ വിളിച്ച് നോക്കിക്കോ. നിങ്ങൾ നോക്കിക്കോ ഫോണിൽ എൻ്റെ. ഓക്കെ, നോക്കുകയാണ്. നോക്കിക്കോ. എന്നാ കാണിച്ചതാ. ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, തീർച്ചയായും പറഞ്ഞുതരാം. ആയി. 786 അത്ര പൈസ കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഫോണിൽ നോക്കിയെങ്കിൽ നമുക്ക് 800 രൂപ വിളിക്കാൻ കിട്ടുക പറയും. 786 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ 800 രൂപയ്ക്ക് വിളിക്കാൻ ലഭിക്കും. നമുക്ക് അതന്നെ എന്റെ ചങ്ങായി പറഞ്ഞു, അങ്ങനെ എന്നോട് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടല്ലേ? അതന്നെ. അതെങ്ങനെ അപ്പൊ പിന്നെ വേറെന്തോ പറയുന്നല്ലോ, 200 എന്റെ അതേ ജാതി മൊബൈലിലേക്ക് ഫ്രീ ആവല്ലോ. ഓക്കെ, പറഞ്ഞുതരാം. ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആയി. ഓക്കെ. ഇന്നലെ വന്നതാ? അല്ല, 30 ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിന്. എന്നാണ് സാർ വന്നത്? ഞാൻ ഇപ്പോട്ട് ബജാർ പോയിട്ടുണ്ടായിന്. ക്ഷമിക്കുക, ഇന്ന് തന്നെ ഉച്ചക്ക് ഞാൻ ബജാർ പോയിട്ടുണ്ടായിന്. ആലമ്പാടി ബജാറിലേക്ക് പോയിട്ടുണ്ടായിന്. അപ്പൊ വന്നത് എനിക്ക് അങ്ങോട്ടൊരു മെസ്സേജ് വന്നിട്ടില്ല. ഓക്കെ. ആർക്ക്? താങ്കൾക്ക് വന്നിട്ടില്ല. എന്റെ ഫോൺ കാണിക്കാം, നിങ്ങൾ നോക്കിക്കോ. ക്ഷമിക്കുക, വന്നിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ. വന്നിട്ടില്ല. ഓക്കെ. ഹലോ, അങ്ങനത്തെ മെസ്സേജ് താങ്കൾക്ക് വന്നിട്ടില്ല. ക്ഷമിക്കുക, എനിക്ക് ക്ഷമിക്കുക സാർ. താങ്കൾക്ക് വന്നിട്ടില്ല അങ്ങനത്തെ മെസ്സേജ്. വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ കളി പറയലൊന്നുമില്ല. ക്ഷമിക്കുക, വന്നിട്ടില്ല. ഓക്കെ, മെസ്സേജ് വന്നിട്ടില്ല. ഗാന്ധിച്ചാനെ പറയുന്നുണ്ട് നോമ്പോക്കി കളി പറയണ്ട ഓരോട്. ഞാൻ നേര് പറയുന്നത്, ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് വന്നിന്. നിങ്ങൾ മെസ്സേജ് ഇപ്പോട്ട് അയച്ചിട്ടുണ്ടായിന്. മെസ്സേജ് വന്നിട്ടില്ല. ഓക്കെ. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കളി പറയല്ല. താങ്കൾ കള്ളം പറയുകയാണ്. ഇല്ല, ഞാൻ ആരോട് കളി പറയല്ല സാറേ. ഞാൻ ഇച്ചാനെ തയ്ക്കുവാന് പോയ കളി പറഞ്ഞു പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടില്ല. ഓക്കെ. ഞങ്ങൾക്ക് മെസ്സേജ് വന്നിന്. മെസ്സേജ് വന്നിട്ടില്ല. എയർടെലേക്ക് വിളിച്ചതിന് നന്ദി. എന്റെ പൈസ അയച്ചാനെ പോലെ തന്നെ ഞാൻ കളി പറയല്ല. ഞാൻ ക്ഷമിക്കുക സാർ, മെസ്സേജ് വന്നിട്ടില്ല. ഞങ്ങൾക്ക് വന്നിന്. മെസ്സേജ് വന്നിട്ടില്ല. ഓക്കെ. ഞങ്ങൾക്ക് വന്നിന്. ക്ഷമിക്കുക, വന്നിട്ടില്ല. ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ലെന്നാണ് താങ്കൾ ഞാൻ പറയുന്നത്. ഓക്കെ. ഞാൻ പോലീസുകാരോട് പറയാ വന്നിന്. ഓക്കെ സാർ. അപ്പൊ എന്താക്കുന്ന? മെസ്സേജ് വന്നിട്ടില്ലെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് അലിമൂത്തുവാനാട് ഇന്ന് നോമ്പുറക്കലുണ്ടായിനെ. താങ്ക്സ് ഫോർ കോളിംഗ് എയർടെൽ. ഹാവ് എ ഗ്രേറ്റ് ടൈം. ഹലോ സാർ, താങ്കൾക്ക് എയർടെലിനെ കുറിച്ച് വല്ലതും അറിയാൻ താല്പര്യമുണ്ടോ സാർ? എയർടെൽ എത്ര സ്പെല്ലിംഗ് ഉണ്ട് സാറേ? ക്ഷമിക്കുക സാർ, അതിന് താങ്കൾ സ്കൂളിൽ പോകേണ്ടതാണ്. ഇവിടെ നിന്ന് ചോദിച്ചാൽ പറഞ്ഞു തരണം. നിങ്ങൾ പോയിട്ടല്ല. ഓക്കെ. നിങ്ങൾ സ്കൂളിൽ വെച്ചാൽ പിന്നെ ഞാൻ പോകുന്നതിന്. താങ്ക്സ് ഫോർ കോളിംഗ് എയർടെൽ. ഹാവ് എ ഗ്രേറ്റ് ടൈം. അതെന്ത് സാർ, ദയവായി എയർടെലിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ട് താല്പര്യം. എന്താണ് അറിയേണ്ടത്? എയർടെലിന്റെ മാനേജറിന്റെ നെയിം. തീർച്ചയായും പറഞ്ഞുതരാം. പറഞ്ഞോ. ഹലോ, തീർച്ചയായും പറഞ്ഞുതരാം. എയർടെലിന്റെ മാനേജറിന്റെ നെയിം അറിഞ്ഞിട്ട് താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ പറഞ്ഞു എയർടെലിനെ കുറിച്ചിട്ട് ചോദിച്ചങ്ങ് പറഞ്ഞുതരൂ. നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോദിച്ചത്. എന്റെ പൈസ ചാന പോലെ തന്നെ നിങ്ങൾ ഞാൻ കരുതി. നിങ്ങൾ പറഞ്ഞതായിട്ട് കരുതിയതല്ല ഞാൻ. ക്ഷമിക്കുക, എന്റെ ഭാരതി മിത്ര. എങ്ങനെ? സുനിൽ ഭാരതി മിത്ര. അത് നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾക്ക് അടുത്തുനിന്നാരോ പറഞ്ഞത് എനിക്ക് കേട്ടിന് പറയുന്നത്. ക്ഷമിക്കുക സാർ, താങ്കൾക്ക് എയർടെലിനെ കുറിച്ച് എയർടെലിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടോ? ഓരോ ഭാര്യന്റെ പേരെന്തപ്പോ? സാർ, മാന്യമായ രീതിയിൽ സംസാരിക്കാം. ഓക്കെ. അതന്നെ ഞാൻ എയർടെലിനായിട്ട് തന്നെ ചോദിക്കുന്നേ. ഓക്കെ, എയർടെലിന്റെ കാര്യമല്ല ഇത് അറിയേണ്ടത്. ഓക്കെ. പിന്നെ അത് എയർടെൽ അല്ല, പിന്നെ ഐഡിയന്റെ കാര്യമാണ്.
സാർ മാന്യമായ രീതിയിൽ സംസാരിക്കുക. ഓക്കെ, മാന്യമായിട്ട് തന്നെ ഞാൻ സംസാരിക്കും. നേരത്തെ മാനേജറിന്റെ ഭാര്യയുടെ പേര് എന്ത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെങ്കിൽ ഇച്ചിരി പുറവിനെ അടിക്കുന്നത് നിങ്ങൾ. ക്ഷമിക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ എയർടെൽ ഓഫീസിൽ ഇരിക്കുന്നത്? ക്ഷമിക്കുക സാർ, ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയല്ല സാർ. പിന്നെ എന്ത് അറിയാന്? ഇങ്ങനെ എയർടെലിന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഇരിക്കുന്നത്. ഓക്കെ, ആയേ. താങ്ക്സ് ഫോർ കോളിംഗ് എയർടെൽ. ഹാവ് എ ഗ്രേറ്റ് ടൈം.